സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. ആറ്റൂർ അർഫ സ്കൂളിലെ നവീകരിച്ച ഹൈടെക് KG ബ്ലോക്കിന്റെയും ഡിജിറ്റലൈസ്ഡ് B.Ed കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ളവരാകുന്ന നിലയിൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കുട്ടികളെ വളർത്തുന്നതിലാണ് വിദ്യാലയങ്ങളുടെ വിജയമെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ആറ്റൂർ അറഫ സ്കൂളിലെ നവീകരിച്ച ഹൈടെക് KG ബ്ലോക്കിന്റെയും ഡിജിറ്റലൈസ്ഡ് B.Ed കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിവസമൊക്കെ ഉണ്ട്. പക്ഷെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറിയ ലോകത്ത് ജീവിക്കുന്നവരാണ് പുതിയ തലമുറയിൽപ്പെട്ടവർ. അവർ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭാഗ്യമുള്ള തലമുറ ഏതാ ചോദിച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനാണ്. കാരണം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട്. അതിനേക്കാളുപരി ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ശാസ്ത്ര ലോകത്തേക്കാണ് പറന്ന് തന്നെ വീഴുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് കരയുന്ന കുട്ടിക്ക് പോലും മുട്ടിൽ എഴഞ്ഞ് നടക്കുന്ന കുട്ടി പോലും കരഞ്ഞാൽ ആദ്യം അമ്മമാർ കയ്യിൽ കൊടുക്കുന്നത് മൊബൈലാണ്. പിന്നെ കരച്ചിലുമില്ല, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ശാസ്ത്ര ലോകത്തേക്ക് പിറന്നു വീഴുന്ന മക്കളാണ് ഇപ്പോഴത്തെ മക്കൾ. അപ്പോൾ പഴയ കാര്യവും പുതിയതും, എന്നേക്കാൾ പഴയത് ആലോചിച്ചാൽ ചിലർക്ക് സങ്കടം തീരില്ല. കാരണം ഒരു സ്ലേറ്റ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാനുള്ളൊരു യോഗം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പഴയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ അവരുടെയൊക്കെ അന്നത്തെ ആ കയ്പുനീരും കഷ്ടപ്പാടും ഒക്കെയാണ് പിന്നീട് അങ്ങോട്ട് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, കേരള സംസ്ഥാനം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് തന്നെ ഏറ്റവും മാതൃകയാണ്. പല കാര്യങ്ങളിലും മാതൃകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ, ഏത് മുന്നണി കേരളം ഭരിച്ചാലും വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഒരു പരിഗണന എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്ത് ഇതുപോലെ വിദ്യാഭ്യാസത്തിന് പ്രൈമറി തലം തൊട്ട് പ്രാധാന്യം നൽകുന്ന ഒരു സ്റ്റേറ്റ് ഏതാ ചോദിച്ചാൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, അത് കേരളമാണ്. രണ്ടാമത്തെ കാര്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ്. ഇത്രയും യോഗത്തിൽ UR പ്രദീപ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏറ്റവും ബേസ്മെന്റിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം നല്ല പോലെ കൊടുക്കുമ്പോൾ നേരത്തെ ഉദ്ഘാടകൻ ചൂണ്ടിക്കാണിച്ച പോലെ അവരെ നല്ല മനുഷ്യരായി സമൂഹത്തിൽ ചുറ്റും നടക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് നല്ല ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടക്കണം. അറഫയെ സംബന്ധിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല മത്സരം നടക്കുന്ന സമയമാണ്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ രാജ്യത്ത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ്. അത് കുറേ വർഷങ്ങളായി തല ഉയർത്തി നിൽക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം 1ാം സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള കാരണം തന്നെ സ്വകാര്യ സ്കൂളുകളായാലും സർക്കാർ സ്കൂളുകളായാലും ഇന്ന് ജനകീയമായി അതിലൊരു പിന്തുണ കിട്ടുന്നതോടുകൂടി ഗവൺമെൻറ് സ്കൂളും നല്ല നിലയ്ക്കുള്ള ഒരു ശ്രദ്ധ വരികയാണ്. എന്നാൽ എത്ര വന്നാലും അർഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിലൊരു തനതായ ഒരു പേര് നിലനിൽക്കുകയാണ്. ഈ വർഷം പോലും തുടർച്ചയായി MLA ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം സമൂഹത്തിൽ വിവിധ മേഖലകളിൽ ഇടപെടുന്ന ആളുകളാണെന്ന നിലയ്ക്ക് എന്നോടും വിളിച്ച് ചോദിക്കാറുണ്ട്, അർഫ സ്കൂളിൽ ഒരു റെക്കമെൻഡേഷനായി ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം അർഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായാലും അർഫ സ്കൂൾ അർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KS ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. ഫുട്ബോളിലെ ചാമ്പ്യന്മാർ, കഴിഞ്ഞ തവണ ഞങ്ങളാണ് ചാമ്പ്യന്മാർ, അതിന് മുമ്പത്തെ തവണ ഞങ്ങളാണ് ചാമ്പ്യന്മാർ, സംസ്ഥാന ചാമ്പ്യന്മാർ. മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് അറഫ ഇംഗ്ലീഷ് സ്കൂളാണ്. ഇത്തവണ ഞങ്ങളാണ് കഴിഞ്ഞ തവണ. അതുപോലെ തന്നെ ചാമ്പ്യന്മാരാകുന്നത് വെറുതെ അല്ല, ഒരു ഗോള് പോലും തിരിച്ചു വാങ്ങാതെ 24 ഗോള് 6 ടീമുകൾക്ക് കൊടുത്ത് അങ്ങനെ ചാമ്പ്യന്മാരായതാണ്.
അതുകൊണ്ട് തന്നെ ആ രംഗത്തും ഞങ്ങളുടെ മികവുണ്ട്, അറപ്പയുടെ മികവുണ്ട്. പിന്നെ ഈ ചോക്കും ബ്ലാക്ക് ബോർഡൊക്കെ ഇപ്പോൾ എടുത്തു പോയാലോ, ഒരു പഴങ്കഥ പോലെ പുസ്തകത്താളുകളിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയും ഏറെക്കുറെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനങ്ങനെ അസ്തമിക്കാൻ പാടില്ലല്ലോ. പുസ്തകത്തിൻ്റെ താളുകൾ മണക്കുന്ന വായന നിലനിർത്തുകയും വേണം. ഇതിന് രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഗുണങ്ങൾ അത് സാധ്യമാക്കുന്ന ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ബോധന സമ്പ്രദായം കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ AC സമ്പ്രദായം വേണം. അങ്ങനെ എല്ലാ റൂമുകളും ശീതീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല അവിടെയൊക്കെ തന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൊണ്ടുവന്നു. വൈസ് ചെയർമാൻ KM മുഹമ്മദ്, ട്രഷറർ അബ്ദുൽ ലത്തീഫ്, PTA പ്രസിഡന്റ് സമീറ മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും പ്രധാന അധ്യാപിക രമ C നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.